ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നീ വന്നിട്ടുണ്ടല്ലോ അടിപൊളി കുനാഫൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, വെണ്ണം കുറഞ്ഞ കേട്ടോ. സാധാ സേമിയനെയാണ് യൂസ് ചെയ്യണത്. പിന്നെ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി സേമിയ ഉണ്ട് കേട്ടോ, വെണ്ണം കുറഞ്ഞ് നല്ല പിന്നെ ഇതായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാ സേമിയ വെച്ചിട്ടും കുനാഫ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ സേമിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം 3.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽറ്റാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ മെൽറ്റാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. നല്ല കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനൊരു 1/2 ഗ്ലാസ് പഞ്ചസാരയും ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മെൽറ്റാക്കി എടുക്കണം. ഒരു 3 ഏലക്കയും പിന്നെ കുത്തി പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അത് നല്ല മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിക്കുണ്ടല്ലോ പിന്നെ കുറച്ച് ക്രീമും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് പാൽ. പിന്നെ അതേമാതിരിക്ക് തന്നെ അതിക്കൊരു പാക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. പാൽപ്പൊടി ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ കോൺഫ്ലവറാണ് ഇട്ടെടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി മിക്സാക്കി എടുത്ത് വേണം നമ്മൾ ഗ്യാസ് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ പിന്നെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലോണം ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണം. ഈ പാലിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. നമ്മൾ കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നല്ല അടി പിടിക്കും ചെയ്യും, കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഗ്യാസ് കത്തിച്ചാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊണ്ട് നിൽക്കുക. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അടിപൊളി ക്രീമാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ. അപ്പോൾ അത് നമ്മൾ ക്രീമൊക്കെ സെറ്റായി വരട്ടെ. നമുക്കത് പിന്നെ എന്താ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ആ ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് നമ്മളെ ക്രീം ഉണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി. ഇനി ഇത് ഒന്ന് കട്ടായി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ കുനാഫ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ലോണം നാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. നമ്മൾ ഇത് അത്യാവശ്യം പിന്നെ ഹൈറ്റുള്ളൊരു പാത്രമാണ് കേട്ടോ. നമ്മൾ പരന്ന പാത്രത്തിലാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് കേട്ടോ നല്ലൊരു പാത്രം ഉള്ളത്. പരന്ന പിന്നെ സൈസ് പാത്രം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ നെയ്യൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചാൽ പിന്നെ നമ്മൾ മിക്സ് ഉണ്ടല്ലോ സേമിയൻ്റെ അതിന് പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പകുതി ഭാഗം എടുത്തിട്ട് നല്ല ഭാഗത്തും ആക്കിയിട്ട് ഇതേമാതിരിക്കൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. സൈഡും എല്ലാം ഇതേമാതിരിക്കൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഉണ്ടെല്ലാം കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയതിന് അപ്പോൾ വീഡിയോ നമുക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്നൊരു വീഡിയോ ഇടാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മൾ ഒക്കെ ലെവലാക്കി കൊടുക്കണം. സൈഡൊക്കെ നല്ല ലെവലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ക്രീം ഉണ്ടല്ലോ കട്ടായിട്ടുണ്ടെന്നു നല്ല ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടല്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലൊക്കെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രീമൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചീസാണ് കേട്ടോ, മുസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സേമിയ ഉണ്ടല്ലോ അതിൻ്റെ മേലെ കൂടെ ഇട്ടെടുത്ത് കവർ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ മരിക്കന്നെ ഇട്ടെടുത്തിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാത്രം ഉണ്ടല്ലോ അതിലായിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഹൈറ്റിൽ നല്ലതിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ വേറിട്ട് പോരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സേമിയ ഉണ്ട് എല്ലാം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സാധാ സേമിയനാണെങ്കിലും കുറച്ച് വണ്ണം കുറഞ്ഞ നല്ല സേമിയനാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുക. നമ്മൾ കുനാഫൻ്റെ സേമിയ കയ്യിലുണ്ടാലും വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് സാധാരണക്കാർക്കും വേണമല്ലോ കുനാഫയൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ കയ്യിലുള്ള സേമിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം വണ്ണം കുറഞ്ഞ സേമിയം തന്നെയാണ്, വറുത്ത സേമിയനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ സേമിയനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കട്ടോ. ഒരു 8 മിനിറ്റൊക്കെ വെച്ചാൽ മതി. നെയ്യ് നല്ലോണം അടിയിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ അതാ നമ്മൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയല്ല ബദാമോ പിസ്തയൊക്കെ ക്രഷ് ചെയ്തുകൊണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതാ നമ്മളെ കുനാഫയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഭാഗം നമുക്കൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അപ്പുറത്തൊന്നും മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ എന്തായാലും നെയ്യ് തേച്ച് കൊടുക്കണം. 2 പാത്രത്തിൻ്റെ അടിയിൽ നെയ്യാക്കണം കേട്ടോ. അപ്പോൾ അതാ ദീമാരിക്കാണ്. അപ്പോൾ നമ്മൾ അടിയിൽ നല്ല നെയ്യ് വെച്ചിട്ടാണ് ഈ പാനൊക്കെ ഒഴിച്ച് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു കുറഞ്ഞ സമയം വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റോ ഏറിയതൊരു 4 മിനിറ്റൊക്കെ മാത്രം വെച്ചാൽ മതി കേട്ടോ. അടിഭാഗം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഉള്ളിൽ ക്രീമും അതേമാതിരി തന്നെ ചീസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ അതാ നമ്മൾ ഞെതിക്കുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മേലേക്ക്. നമ്മളൊന്ന് ഇത് നമ്മൾ ഷുഗർ സിറപ്പ് നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുനാഫ ഒന്ന് ചൂടിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ചൂടിൽ തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. നല്ല മധുരമായിരിക്കും ഇതുണ്ടാവുക. നമ്മൾ ഈ പഞ്ചസാരൻ്റെ മധുരം ക്രീമിൻ്റെ മധുരം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വെക്കേഷനൊക്കെ ആയിരിക്കില്ലേ, അപ്പോൾ ഓൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും ഭയങ്കര കൂടുതൽ ഇഷ്ടമുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടല്ലോ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ അങ്ങനെ ഒരു ഭംഗിക്ക് മാത്രം വേണ്ടിയിട്ട് ഇട്ടെടുക്കുകയാണ്. കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അധികം പിസ്തയാണ് ഇടേണ്ടത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിസ്റ്റൊന്നും കയ്യിലില്ല. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് കണ്ട് അത് മാത്രം വെച്ചെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ലേസിയാണ് കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കുക, വലിയവർക്ക് ഉണ്ടാക്കിയെടുക്കുക. നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇനി കുനാഫൻ്റെ സേമിയ കയ്യിലുണ്ടെങ്കിൽ അല്ല വാങ്ങുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ അതുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അടിഭാഗം ഒന്ന് സെറ്റ് ആയി വന്ന് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ആക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന വരെ ഒന്ന് കുറച്ച് സമയം വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി വരും. അപ്പോൾ അതാ നണ്ടിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോട് അസ്സലാമു അലൈക്കും.